HP ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ്. CRT TV. CRT TVൻ്റെ നമ്മുടെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ചൈന കിറ്റിൻ്റെ ഒരു പരിചയപ്പെടുത്തലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങളും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ചെറിയൊരു ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, തുടക്കക്കാർക്കുള്ളത് മാത്രം. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ചൈന PCB. അപ്പോൾ ഇതാണ് നമ്മൾ CRT TV വീടുകളിൽ CRT TVൻ്റെ ബോർഡ് മാറ്റുന്നത്. ഈ ബോർഡ് കൊണ്ടാണ്. ഇത് സാധാ ബോർഡാണ്. ഇത് അൾട്രാസിമിന് പറ്റില്ല, ഇത് കോമൺ ബോർഡാണ്. ഓക്കെ, ഇതിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ അത് എവിടെയൊക്കെ ഉള്ളതെന്ന് പരിചയപ്പെടുത്തുകയാണ്, അറിയാത്തവർക്ക് വേണ്ടി മാത്രം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അറിവിൽ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവറിൻ്റെ സെക്ഷനിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം. ഇതാണ് നമ്മുടെ പവറിൻ്റെ ട്രാൻസിസ്റ്റർ വരുന്നത്. പവർ IC ഇവിടെ. അതുപോലെ തന്നെ ഇത് മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റർ. ഇതിൻ്റെ ഇവിടെയാണ്, ഇവിടെ ഒരു ഫ്യൂസ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു ബോക്സ് കപ്പാസിറ്റർ. അതുപോലെ തന്നെ PTC പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് PTC ആണ്. അപ്പോൾ ചിലതിൽ NTC വരും, ഇതിൽ PTC ആണുള്ളത്. അപ്പോൾ അടുത്തത് ഇതാണ് റെക്ടിഫയർ സെക്ഷൻ. ഇവിടെയാണ് AC-നെ DC ആക്കി ഈ ഫിൽറ്റർ കപ്പാസിറ്ററിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചോപ്പർ ട്രാൻസ്ഫോമറിനെ വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് DC-യിലേക്ക് വേണ്ട DC സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പവർ സെക്ഷനാണ്. അടുത്ത വരുന്നത് H ഔട്ട്. അപ്പോൾ ഈ സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസിസ്റ്ററാണ് ഇത്, H ഔട്ട് ട്രാൻസിസ്റ്റർ. ഇത് സ്വിച്ചിങ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ LOT വർക്ക് ചെയ്യുന്നത്. H ഔട്ട് ഇത് വെർട്ടിക്കൽ സെക്ഷനാണ്. ഇത് വെർട്ടിക്കൽ ട്രാൻസിസ്റ്ററാണ്, അല്ല വെർട്ടിക്കൽ IC എന്ന് പറയും, ട്രാൻസിസ്റ്റർ അല്ല, IC. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് വരുന്നത് ഇവിടെ റെഗുലേറ്റർ സെക്ഷൻ ഉണ്ട്. ഈ ചെറിയ ട്രാൻസിസ്റ്ററൊക്കെ റെഗുലേറ്ററായി പ്രവർത്തിക്കുന്നു. ചെറിയ ചെറിയ 5 വോൾട്ട്, 3.3 വോൾട്ട് അങ്ങനെ ഉള്ള ട്രാൻസിസ്റ്ററുണ്ട്. ഇതാണ് മെയിൻ പ്രോസസർ IC. ഇത് മെമ്മറി IC. അതുപോലെ തന്നെ ഇവിടെ ക്രിസ്റ്റൽ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, അങ്ങനെ വേണം പല സെക്ഷൻസ് ഉണ്ട്. രജിസ്റ്റർ. ഇതാണ് ഓഡിയോ സെക്ഷൻ. ഇവിടെയാണ് നമ്മുടെ സൗണ്ടിൻ്റെ IC ഇവിടെയാണുള്ളത്, സൗണ്ട് IC. ഓക്കെ, അതാണ് മെയിനായിട്ട് ഇതിന് കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് വേരിയബിൾ രജിസ്റ്റർ ഉണ്ട്. അത് നമ്മൾ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന 110 വോൾട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ ഏകദേശം ഒരു 110 വോൾട്ടിൽ കുറവാണ് സെറ്റ് ചെയ്യാറ്. ഇതിൽ 110 വോൾട്ടേജ് കൂടാണ്ട് സെറ്റ് ചെയ്താൽ മതി. ഞാനധികം ബോർഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 110 വോൾട്ടേജിന് താഴെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യം തന്നെ ഞാൻ പവർ സപ്ലൈയെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് വന്ന കംപ്ലൈൻറ്റും അത് മാറ്റിയത് ആയിട്ടുള്ള നിഗമനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഇത് 2 തരം കംപ്ലൈൻറ്റ് കസ്റ്റമർ പറയും. കാരണം പവർ വർക്ക് ചെയ്തുകൊണ്ട് നിന്നുപോയി, ഫ്യൂസ് അടിച്ചു പോയി. ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ വന്നത് പവർ സപ്ലൈൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കും മെയിനായിട്ട് വരിക. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് ഫ്യൂസ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്.
ഒന്നിലേക്ക് റെക്ടിഫയർ ഷോർട്ടായിരിക്കാം, പിന്നെ മെയിൻ ഫിൽറ്റർ ചിലപ്പോൾ ഷോർട്ടായിരിക്കാം. മെയിൻ ഫിൽറ്റർ ഷോർട്ടായിട്ടധികം വരാറില്ല, എന്നാലും ഇടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. മെയിൻ ഫിൽറ്റർ പോയാലും വരും, കാരണം ഇതിലേക്ക് മാക്സിമം ഷോർട്ട് വന്നാൽ ഫ്യൂസ് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഓഫായി പോവുകയാണെങ്കിൽ നമ്മുടെ റെക്ടിഫയർ ഡയോഡ് പോയിട്ടുണ്ടാവും, റെക്ടിഫയർ സെക്ഷൻ പോയിട്ടുണ്ടാവും, ഈ പവർ ട്രാൻസിസ്റ്റർ പോയിട്ടുണ്ടാവും. ഈ പവർ ട്രാൻസിസ്റ്റർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ട്രാൻസിസ്റ്റർ, ചെറിയ ട്രാൻസിസ്റ്റർ, ഈ ഡയോഡ്, അതുപോലെ തന്നെ ഇവിടെയുള്ള സേനർ, ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് നിന്ന് ഫ്യൂസ് അടിച്ച് പോയത് ഈ ട്രാൻസിസ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ കുറേ സെക്ഷൻ പോയിട്ടുണ്ടാവാം. ഇത് ഞാൻ പറഞ്ഞ ഈ ട്രാൻസിസ്റ്റർ, അതുപോലെ തന്നെ ഈ ഡയോഡ്, റെക്ടിഫയർ ഡയോഡ്, അങ്ങനെ പല ഇവിടെ വരെ ഉണ്ട്. ഇതൊരു പവറിൻ്റെ സെക്ഷനാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ. അങ്ങനെ ഒക്ടോ കപ്ലർ, അങ്ങനെ പലതും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റുകയാണെങ്കിൽ പവറും ഇതെല്ലാം കൂടി നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. വർക്ക് ചെയ്ത് ഓഫാക്കി, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ഓഫാക്കി നമ്മൾ പിന്നെ ഓണാക്കുകയാണെങ്കിൽ, പിന്നെ വർക്ക് ചെയ്യുന്നത്, പിന്നത്തെ ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ നിഗമനത്തിലാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്, ഈ ഒരു പവർ ട്രാൻസിസ്റ്റർ മാത്രമേ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. ചിലതിൽ ഈ ട്രാൻസിസ്റ്റർ സ്വന്തമായി പോകും. കാരണം ഞാൻ പറഞ്ഞ നമ്മൾ ഓഫാക്കി ഓണാക്കുന്ന ടൈം, ഓഫായി കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് രാവിലെയോ അങ്ങനെ ഓണാക്കുകയാണെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ, ഫ്യൂസ് അടിച്ച് പോവുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ പോയിട്ടുണ്ടാവാം. അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡയോഡും ഇതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വേറൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിത് തുറക്കക്കാർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അവർക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇതിൽ ചില കാരണങ്ങളിൽ എച്ച് ഔട്ടിൻ്റെ ട്രാൻസിസ്റ്റർ പോകാറുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന ഇതാണ് എച്ച് ഔട്ടിൻ്റെ ട്രാൻസിസ്റ്റർ. അപ്പം അത് പോയി കഴിഞ്ഞാൽ ഫ്യൂസ് അങ്ങനെ പോകാറില്ല. ചില ടൈമിൽ ഫ്യൂസ് അങ്ങനെ പോകാറില്ല. ഇതിങ്ങനെ സ്റ്റാൻഡ് ബൈ തന്നെ നിൽക്കും. ഫ്യൂസ് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. പവർ അതുപോലെ തന്നെ പവർ കംപ്ലീറ്റ് കട്ടായിരിക്കും. പവർ LED ബ്ലിങ്ക് ചെയ്യില്ല. അങ്ങനെയൊക്കെ വരാറുണ്ട്. ചില സമയങ്ങളിൽ ഈ ഡയോഡ് ഷോർട്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ ഷോർട്ടായിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ പവറിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൽ ഏകദേശം നമ്മൾ പവറിൻ്റെ സെക്ഷനൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾ പറഞ്ഞെന്നാണ്. വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ടാണ് മെയിനായിട്ട് നമ്മൾ ബാക്കിയുള്ള സെക്ഷനൊക്കെ നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ഐ സി പോയാലും പവറിൻ്റെ പ്രോബ്ലം വരും. അപ്പോൾ ബേസ് ബോർഡിലേക്ക് വരികയാണെങ്കിൽ 2 ടൈപ്പ് ബേസ് ബോർഡ് വരുന്നുണ്ട്. ഇതിൽ നാരോ ടൈപ്പ് ഉണ്ട്, ഒന്ന് വേറൊരു ടൈപ്പും ഉണ്ട്. ഇപ്പോൾ നാരോ ടൈപ്പിനൊരു 8 പിന്നാണ് ഉണ്ടാവുക. പിന്നെ വേറൊരു മോഡൽ വരുന്ന 2 പിന്നോട് അധികം ഉണ്ടാവും, 10 പിന്നിൻ്റെ ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് വരുന്നത് സോണീൻ്റെ തന്നെ 2 ഫോക്കസ് പിൻ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നോക്കേണ്ടത്. ഇത് ചിലപ്പോൾ ചൈന കിറ്റിൽ ചിലപ്പോൾ നാരോ പിന്നെ വരില്ല. അപ്പോൾ
ചിലപ്പോൾ 10 പിന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ നാരോൻ്റെ പിന്നെ നമ്മൾ വേറെ വാങ്ങിയിട്ട് 10 പിന്ന് ഒഴിവാക്കിയിട്ട് നാരോൻ്റെ പിന്നെ കൊടുക്കാവുന്നതാണ്. ചില ടി വിയിൽ നാരോ പിന്നെ വരുന്നുണ്ട്, ടൊഷിബ അതുപോലെ തന്നെ ഫിലിപ്സ് അങ്ങനെയുള്ള ടി വികളിൽ നാരോ ആണ് വരിക. അതൊക്കെ നോക്കിയിട്ട് പിക്ചർ ട്യൂബിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അൾട്രാസൗണ്ടും സാധാ ഇത് വരുന്നതുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വാങ്ങിയിട്ട് ഇടാൻ. അൾട്രാസൗണ്ടിൻ്റെ ബോർഡും ഉണ്ട്, അതുപോലെ തന്നെ സാധാ കോമൺ ബോർഡും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ബോർഡ് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, അടുത്ത വീഡിയോ ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. എന്നാലും വീഡിയോ അധികം ലക്തിയാക്കുന്നില്ല. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.